നമസ്കാരം, നിലവറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് 2.5 വർഷം കൊണ്ട് 15,000 കിലോമീറ്റർ പൊതുമരാമത്ത് റോഡ് റബ്ബറൈസ് ചെയ്യാനായെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. 5 വർഷം കൊണ്ട് വലുതും ചെറുതുമായ 150 റോഡുകൾ തൃത്താല മണ്ഡലത്തിൽ നവീകരിക്കുമെന്നും മന്ത്രി എം ബി രാജേഷ്. മണ്ഡലത്തിലെ വട്ടോളിക്കാവ് കറുകപ്പുത്തൂർ റോഡിന്റെ നവീകരണ ഉദ്ഘാടനം ചടങ്ങിലായിരുന്നു മന്ത്രിമാരുടെ പ്രഖ്യാപനം. തൃത്താല മണ്ഡലത്തിലെ 8 കോടി രൂപ ചെലവിൽ BM&BC സാങ്കേതികവിദ്യയിലാണ് റോഡ് നിർമ്മിക്കുന്നത്. കേരളത്തിലെ 30,000 കിലോമീറ്റർ വരുന്ന പൊതുമരാമത്ത് വകുപ്പ് റോഡുകളിൽ 5 വർഷം കൊണ്ട് 50% ഈ സാങ്കേതികവിദ്യയിലേക്ക് മാറ്റണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ 2.5 വർഷം കൊണ്ട് ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. മന്ത്രി എം ബി രാജേഷിന്റെ ഇടപെടൽ കാരണം തൃത്താല മണ്ഡലത്തിലെ മുഴുവൻ റോഡുകളും BM&BC ആക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. 3 റോഡ് പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. മേഴത്തൂർ വട്ടോളിക്കാവ് റോഡ്, കറുകപ്പുത്തൂർ അക്കിക്കാവ് റോഡ് എന്നിവ സാധ്യമാക്കേണ്ടതുണ്ട്. BM&BC റോഡുകളുടെ പ്രത്യേകത ദീർഘകാലം നിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ചെലവ് കൂടിയ BM&BC റോഡ് നിർമ്മാണ രീതിയാണ് പൊതുവെ അവലംബിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറ്റിപ്പുറം തൃത്താല പട്ടാമ്പി ഷൊർണൂർ റോഡ് 20 കിലോമീറ്റർ നവീകരിക്കുന്നതിനും സ്ഥലമേറ്റെടുക്കുന്നതിനും 10,50,00,000 രൂപ സാമ്പത്തിക അനുമതി ലഭിച്ചു. ഭാരതപ്പുഴക്ക് കുറുകെ തൃത്താല പട്ടാമ്പി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് 410 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന പട്ടാമ്പി പാലമാണ് അടുത്ത പദ്ധതി. എല്ലയടക്കം കിഫ്ബിയുടെ 52,58,00,000 രൂപയുടെ സാമ്പത്തിക അനുമതി ലഭിച്ച പദ്ധതിയാണിത്. ജംഗ്ഷൻ വികസന പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ഏറെ പ്രതീക്ഷയോടുകൂടി ജനം ഉറ്റുനോക്കുന്ന പദ്ധതിയാണ്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറ്റിപ്പുറം തൃത്താല ഷൊർണൂർ റോഡ് 20 കിലോമീറ്റർ നവീകരിക്കുന്നതിനും സ്ഥലം ഏറ്റെടുക്കുന്നതിനുമായി 10,50,00,000 രൂപയുടെ സാമ്പത്തിക അനുമതി ലഭിച്ചു. ഈ പദ്ധതിക്കുള്ള സ്ഥലം ഏറ്റെടുക്കൽ പ്രാരംഭഘട്ടത്തിലാണ്. ഭാരതപ്പുഴയ്ക്ക് കുറുകെ പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പട്ടാമ്പി പാലം നിർമ്മാണത്തിന് 52.58 ലക്ഷം രൂപയുടെ സാമ്പത്തിക അനുമതി ലഭിച്ചു. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അലൈൻമെന്റ് കല്ലിടൽ അവസാന ഘട്ടത്തിലാണ്. ജംഗ്ഷൻ നവീകരണ പദ്ധതി ഉൾപ്പെട്ട കൂറ്റനാട് ആദ്യഘട്ടത്തിൽ നിർമ്മാണം ആരംഭിക്കുന്ന 5 ജംഗ്ഷനുകളിൽ ഒന്നായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകെ 20 ജംഗ്ഷനുകൾ വിദേശ രാജ്യങ്ങളിലേതുപോലെ ആധുനിക നിലവാരത്തിൽ നവീകരിക്കുന്നതാണ് പദ്ധതി. കൂറ്റനാടിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി 1.26 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി ലഭിച്ചു. സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. കരിയന്നൂർ, സുശീലപ്പടി എന്നിവിടങ്ങളിൽ 2 റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്ക് മുൻഗണന നൽകുന്നുണ്ട്. 32.91 കോടി ഇതിന് അനുവദിച്ചു കഴിഞ്ഞു. തൃത്താല മണ്ഡലത്തിൽ റണ്ണിംഗ് കോൺട്രാക്ട് പ്രവൃത്തികൾക്ക് 3.14 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. തൃത്താല മണ്ഡലത്തിലെ ടൂറിസം വികസനത്തിനും പൂർണ്ണ പിന്തുണ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ 20 ജംഗ്ഷനുകൾ വികസിപ്പിക്കാൻ തീരുമാനിച്ചു. ആധുനിക നിലവാരത്തിൽ എല്ലാ നിലയിലും വിദേശ രാജ്യങ്ങൾ കാണുന്നത് പോലെ അതിൽ 5 ജംഗ്ഷനുകളുടെ പ്രവർത്തനം ആദ്യം നടത്തണം എന്ന് തീരുമാനിച്ചപ്പോൾ ജംഗ്ഷൻ ഇംപ്രൂവ്മെൻറ്റ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൂറ്റനാട് ജംഗ്ഷനാണ്. തൃത്താല നിയോജക മണ്ഡലത്തിലെ കൂറ്റനാട് ജംഗ്ഷൻ നവീകരിക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന് 1,25,60,000 രൂപയുടെ സാമ്പത്തിക അനുമതി നൽകിക്കഴിഞ്ഞു. സ്ഥലം ഏറ്റെടുക്കുന്ന പ്രാരംഭ പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ കുതിപ്പാണ് തൃത്താല നിയോജക മണ്ഡലത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് അധ്യക്ഷനായി. ഞാൻ MLA ആയപ്പോൾ ലക്ഷ്യം വെച്ചത് പുറത്തൊന്നും പറഞ്ഞിരുന്നില്ല, കാരണം നടക്കുമെന്ന് ഉറപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 100 റോഡ്, ചെറുതും വലുതുമായ 100 റോഡ് 5 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കണം എന്നാണ്. 2.5 കൊല്ലമായപ്പോൾ 114 റോഡുകൾ തുറക്കമിടാൻ കഴിഞ്ഞിട്ടുണ്ട്. 2.5 കൊല്ലം കൂടി ബാക്കിയുണ്ട്. ഞാനിപ്പോൾ ധൈര്യമായിട്ട് പറയുന്നു 150 റോഡ് തൃത്താല മണ്ഡലത്തിൽ പൂർത്തിയാക്കും, ചെറുതും വലുതുമായി. CCTV ന്യൂസ്, തൃത്താല. മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാകുന്നു. ഇലക്ട്രിക് ഉപകരണങ്ങളും നിരീക്ഷണ ക്യാമറകളും തകർത്തു. 1,00,000 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി സ്കൂൾ അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാവിലെ സ്കൂൾ തുറക്കാനെത്തിയ ജീവനക്കാരാണ് സംഭവം ആദ്യം കാണുന്നത്. സീലിംഗ് ഫാനുകൾ, പ്രൊജക്ടർ, ടാപ്പുകൾ, 2 നിരീക്ഷണ ക്യാമറകൾ, ചെടിച്ചട്ടികൾ തുടങ്ങിയവയെല്ലാം വ്യാപകമായി നശിപ്പിച്ചിരുന്നു. 25,000-ലധികം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി സ്കൂൾ അധികൃതർ പറഞ്ഞു. തൃത്താല പോലീസ്, ഡോഗ് സ്ക്വാഡ് തുടങ്ങിയവർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഏതാനും മാസങ്ങൾക്ക് മുമ്പും വിദ്യാലയത്തിൽ കയറി സാമൂഹ്യവിരുദ്ധർ സ്പോർട്സ് റൂം തകർത്ത് കളി ഉപകരണങ്ങൾ നശിപ്പിച്ചിരുന്നു. SNEC സമസ്തയുടെ ദേശീയ മുഖമാണെന്നും ആത്മീയതയിൽ അധിഷ്ഠിതമായ അതിന്റെ പ്രവർത്തനം പ്രതീക്ഷ നൽകുന്നതാണെന്നും സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു.
SNEC ഗേൾസ് ഇന്റർസോൺ ടാലന്റ് മീറ്റിന്റെ ഭാഗമായി ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന രക്ഷിതാക്കളുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ. ഇസ്ലാം സ്ത്രീ വിദ്യാഭ്യാസത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നതായ ഒരു മതമാണ്. ഒരിക്കലല്ല. ഏത് വിദ്യാഭ്യാസമാണെങ്കിലും സ്ത്രീകൾക്ക് നൽകപ്പെടേണ്ട വിദ്യാഭ്യാസമാണെങ്കിലും പുരുഷന്മാർക്ക് നൽകപ്പെടേണ്ട വിദ്യാഭ്യാസമാണെങ്കിലും ഏത് നിലയിലുള്ള വിദ്യാഭ്യാസമാണെങ്കിലും അതിനൊരു അടിസ്ഥാനം വിശുദ്ധമാകുന്നതായ ദീൻ, ഇസ്ലാം ദീൻ, അതിലേക്ക് ഒരു അടിസ്ഥാനപരമായ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അതാണ് വത്തഖുല്ലാഹ്. അടിസ്ഥാനപരമായി തഖ്വയാണ്. ആ തഖ്വനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വിദ്യാഭ്യാസത്തിനെ നമ്മൾ പടുത്തുയർത്തുന്നത്. പൂർണ്ണമായ ആത്മീയതയിൽ കൂടി വിദ്യാഭ്യാസത്തിനെ പടുത്തുയർത്തണം. കുറേ അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല. ആ അറിവിന് അടിസ്ഥാനപരമായത് അത് തഖ്വയാണ്. അപ്പം തഖ്വനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടിട്ടാണ് അറിവ് വളരെ സമ്പാദിക്കേണ്ടത്. ആ തഖ്വനെ അടിസ്ഥാനപ്പെടുത്താത്ത നിലക്കുള്ള അറിവുകൾ സമ്പാദിക്കപ്പെട്ട SNEC അക്കാദമിക് കൗൺസിലർ ചെയർമാനും സമസ്ത കേന്ദ്ര മുഷാവർ അംഗവുമായ അബ്ദുസലാം ഭാഗവി വടക്കേക്കാട് അധ്യക്ഷത വഹിച്ചു. SNEC ഗേൾസ് ഇന്റർസോൺ ടാലന്റ് മീറ്റിന്റെ ഉദ്ഘാടനത്തിൽ മുഖ്യാതിഥി മന്ത്രി K. രാധാകൃഷ്ണൻ പങ്കെടുത്തു. ഉപയോഗിച്ചുകൊണ്ട് ഒരു പക്ഷേ എന്നല്ല, ഇപ്പോൾ എന്നെ വേണമെങ്കിൽ എന്നെ മാത്രം, ഏതൊരു സിനിമയിൽ പറയുന്ന പോലെ എന്നെ മാത്രം എയിം ചെയ്തിട്ട് കൊല്ലാൻ കഴിയുന്ന സംവിധാനമുണ്ട്. ഞാനങ്ങനെ പറയുന്നത് തെറ്റാണ്. എന്നെ വേണമെങ്കിൽ ഇത്രയും സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് എന്നെ എയിം ചെയ്ത് എന്നെ മാത്രം കൊല്ലണമെങ്കിൽ കൊല്ലാനുള്ള കഴിവുകൾ നമ്മൾ ആർജിച്ചിട്ടുണ്ട്. അപ്പോൾ സാങ്കേതികവിദ്യയുടെ വളർച്ച എന്ന് പറയുന്നത് വലിയ രീതിയിൽ വന്നിട്ടുണ്ട്. ആ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് നന്മ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് മാറി തീർന്നില്ലെങ്കിൽ അത് വലിയ ദുരന്തമാണ് ഉണ്ടാകുക എന്നുള്ള സംഭവവാസമാണ്. ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് പലസ്തീൻ ജനതയെ കൊന്നൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഇവിടുത്തെ പ്രാസംഗികൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പലസ്തീൻ ജനതയെ കൊന്നൊടുക്കുക എന്നുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട്. അപ്പം ആധുനിക സാങ്കേതികവിദ്യ ഓരോ മനുഷ്യരും അല്ലെങ്കിൽ ഓരോ സമൂഹവും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പറവ് നേട് പാണക്കാട് സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങൾ, ഇസ്മായിൽ കുഞ്ഞുഹാജി മാനാർ, AM പരീദ് എറണാകുളം, PT കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, അബ്ദുള്ള മുജ്തബ ഫൈസി ആനക്കര, ഡോക്ടർ ഷഹീബ് റഹ്മാനി, KS ഹംസ, ബഷീർ ഫൈസി ദേശമംഗലം, മൻസൂർ, TS മമ്മി ഹാജി, ഷഹീർ ദേശമംഗലം, PU ഫാരിസ്, TK അലി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. SNEC കൺവീനർ ഡോക്ടർ ബഷീർ പനങ്ങാങ്ങര സ്വാഗതവും ഡോക്ടർ അസ്ലം വാഫി നന്ദിയും പറഞ്ഞു. സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഷീസ്ട്രീം സ്ഥാപനങ്ങളിലെ 2 ദിവസങ്ങളായി നടക്കുന്ന വിദ്യാർത്ഥിനികളുടെ കലാമത്സരങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം കുറിച്ചു. ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഖലം, കലാം, കിതാബ്, കിർത്താസ് എന്നീ പേരുകളിൽ സജ്ജമായ 4 വേദികളിലാണ് പരിപാടികൾ നടക്കുന്നത്. സാനവിയ, ബഗാലൂരിയ, ജനറൽ വിഭാഗങ്ങളിൽ 30 ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 1000-ഓളം വിദ്യാർത്ഥിനികൾ മാറ്റുരയ്ക്കും. അറബി, ഇംഗ്ലീഷ്, ഉറുദു, ഭാഷാ നൈപുണ്യം, ലൈഫ് സ്കിൽ, സോഫ്റ്റ് സ്കിൽ തുടങ്ങി വിദ്യാർത്ഥിനികളുടെ സർഗശേഷികളെ പരിപോഷിപ്പിക്കുന്നതിനും അതുവഴി പാരമ്പര്യ പ്രബോധന വഴിയിൽ സഹായകമാകുന്നതുമായ ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത്. ആൺകുട്ടികളുടെ മത്സരം കഴിഞ്ഞ 13, 14 തീയതികളിൽ ഇതേ വേദികളിൽ അരങ്ങേറിയിരുന്നു. തുടർന്നാണ് പെൺകുട്ടികളുടെ മത്സരങ്ങൾക്ക് കൂടി തുടക്കം കുറിച്ചിരിക്കുന്നത്. ഞായറാഴ്ച നടക്കുന്ന സമാപന സെഷൻ രമ്യ ഹരിദാസ് MP ഉദ്ഘാടനം ചെയ്യും. ഹനിയ BV പാണക്കാട് ട്രോഫി വിതരണം നിർവഹിക്കും. സൈദ സൽമ മിൻഹ മെഹ്ദിയ അധ്യക്ഷയാവും. CCTV ന്യൂസ്, തളി. ആവശ്യങ്ങൾ മുൻനിർത്തി ഗ്രാമീണ റോഡുകൾക്ക് മുൻഗണന നൽകുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും 10 ലക്ഷം രൂപ ഉപയോഗിച്ച് പുനരുദ്ധാരണം നടത്തിയ തച്ചറാങ്കുന്ന് പനമ്പറ്റ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനപ്രതിനിധി എന്ന നിലയിൽ റോഡ്, കുടിവെള്ള പദ്ധതികൾക്കാണ് മുൻഗണന നൽകിയത്. മുടവന്നൂർ വാട്ടർ പ്ലാന്റിന്റെ ശേഷി ഇരട്ടിയാക്കി. മണ്ഡലത്തിൽ മറ്റു കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനം പുരോഗമിക്കുകയാണ്. തൃത്താല ഗവൺമെന്റ് ആശുപത്രിയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. ബഡ്ജറ്റിൽ 12.5 കോടി രൂപ അനുവദിച്ച പദ്ധതിയാണിത്. മണ്ഡലത്തിലെ 38 സ്കൂളുകൾക്കായി 49.67 കോടി രൂപയുടെ ഫണ്ട് അനുവദിച്ചു. കാലങ്ങളായി മുടങ്ങിക്കിടന്ന വെള്ളിയാങ്കല്ല് ലിഫ്റ്റ് ഇറിഗേഷൻ, കൂടലൂർ പദ്ധതികൾ പൂർത്തിയാക്കിയതിലൂടെ 250 ഹെക്ടർ കൃഷിയിടത്തിലേക്ക് വെള്ളമെത്തിക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. മുൻഗണന കൊടുക്കണമെന്ന് തന്നെയാണ് കാണുന്നത്. ഇനിയും ഗ്രാമീണ റോഡുകൾ ആവശ്യമുണ്ട്. 10 PWD റോഡാണ്. പിന്നെ ഫ്ലഡ് റോഡ്, ഇതുപോലെ തച്ചറക്കുന്ന്, പനമ്പറ്റ പോലുള്ള ഫ്ലഡ് റോഡുകൾ ഏതാണ്ട് 30-40 എണ്ണമുണ്ട്. ഞാൻ കൃത്യം ഓർമ്മയെന്നാണ് ഈ പറയുന്നത്. അതിനു പുറമെ MLA ഫണ്ട് റോഡുകൾ അത്രത്തോളം തന്നെ വരും. അതിനു പുറമെ LSTD റോഡുകളുണ്ട്, 5 എണ്ണമുണ്ട്.
2 PMGSY റോഡുണ്ട്. ഇതാദ്യമായി തീരദേശ റോഡ് തൃത്താലയിലേക്ക് വരും. 1 ഭരണാനുമതിയായി, 4 അധികം വൈകാതെയാവും. ഇപ്പൊ 100 ലക്ഷ്യമിട്ടത്. ഇപ്പൊ 114 ഫണ്ട് അനുവദിച്ചു. പല ഘട്ടങ്ങളിലാണ്. ഇപ്പൊ ധൈര്യത്തിൽ പറയാൻ പറ്റും 2.5 കൊല്ലം കൂടി കഴിയുമ്പോൾ ഒരു 150 റോഡ് തൃത്താല മണ്ഡലത്തിൽ ഉണ്ടാവും. വലുതും ചെറുതുമായിട്ടുള്ള 150 റോഡുകൾ ഉണ്ടാവും എന്ന് ഇപ്പൊ ധൈര്യമായിട്ട് പറയാൻ പറ്റും. തൃത്താല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ അധ്യക്ഷനായി. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഉദ്ഘാടന പരിപാടിക്ക് ശേഷം തൃത്താല ഫെസ്റ്റിന്റെ ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. CCTV ന്യൂസ്, തൃത്താല. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിലേക്ക്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് പട്ടാമ്പി ബ്ലോക്കിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. ജില്ലാ ട്രഷറർ K. വേലു യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് പട്ടാമ്പി ബ്ലോക്കിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും സംഘടനാ തെരഞ്ഞെടുപ്പുമാണ് മഞ്ഞളുങ്ങലിലെ വിമുക്തപടം ഭവനിൽ വെച്ച് നടത്തിയത്. ജില്ലാ ട്രഷറർ K. വേലു യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള എക്സ് ലീഗ് എന്ന നമ്മുടെ സംഘടനയാണ് അതിനേക്കാളൊക്കെ ഒരുപടി ഉയരത്തിൽ സാമ്പത്തികമായും അംഗബലത്തിലുമുള്ളത്. കേരളത്തിൽ നമുക്ക് 14 ജില്ലാ കമ്മിറ്റികളുണ്ട്, 414 ബ്ലോക്ക് കമ്മിറ്റികളുണ്ട്, 862 യൂണിറ്റുകളുണ്ട്. ഇതിനൊക്കെ സ്വന്തമായ ബിൽഡിങ്ങുണ്ട്, സാമ്പത്തികമുണ്ട് നന്നായി. ഇന്ന് കേരളത്തിൽ എക്സർവീസ്മെന്റിനെതിരായിട്ട് എന്തെങ്കിലും സംഭവം നടക്കുകയാണെങ്കിൽ അത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ചലനം ഉണ്ടാക്കാൻ സാധിക്കുന്നത് കേരള എക്സർവീസ്മെന്റ് ലീഗിൽ മാത്രമേ സാധിക്കൂ. പക്ഷെ ഇന്ന് നമ്മുടെ ഇത്രയും വലിയ സംഘടനയ്ക്ക് വലിയ ഭീഷണിയാണ് ഞാൻ ആദ്യം പറഞ്ഞ സംഘടനകളും അതുപോലെ കാറ്റഗറി സംഘടനകളും. അതിനാൽ നമ്മൾ ഓരോരുത്തരും നല്ലപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ ഇത്രയും വലിയ സംഘടനയെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KK ദേവദാസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K. ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി MP സന്തോഷ് കുമാർ, ട്രഷറർ രാജേഷ് ബാബു, റിട്ടയർഡ് കേണൽ വിനോദ് കുമാർ, സവിത മോഹൻദാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് K. സുബ്രഹ്മണ്യൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. KPSTA പട്ടാമ്പി ഉപജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. KPSTA പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകിയത്. മേലെ പട്ടാമ്പി എലഗന്റ് പ്ലാസ മീറ്റിംഗ് ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം KPSTA പാലക്കാട് റവന്യൂ ജില്ലാ പ്രസിഡന്റ് ഷാജി S. തെക്കേതിൽ നിർവഹിച്ചു. പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും, അത് അധ്യാപകരെന്നല്ല, ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ കേരളം ഭരിക്കുന്ന സർക്കാരാണെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാണെങ്കിലും അത് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. അവർ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോരോ പരിഷ്കാരങ്ങൾ എന്ന് പറയും, പക്ഷെ ആർക്കും ഒരു ഗുണവുമില്ലാതെ ഇവിടെ കേരളത്തില് ആണെങ്കിൽ പാർട്ടിയിൽപ്പെട്ട കുറച്ച് ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണം, അത് മുഴുവൻ അവരുടെ പാർട്ടിക്കാർക്ക് വേണ്ടിയുമല്ല, പാർട്ടിയിൽപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ പിണറായി വിജയന്റെ കുടുംബത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തും ചെയ്യാം, ആരും ചോദിക്കാനില്ല എന്നുള്ള രീതിയിലാണ് ഭരണം പോയിക്കൊണ്ടിരിക്കുന്നത്. സബ് ജില്ലാ പ്രസിഡന്റ് PM രാജേഷ് അധ്യക്ഷനായിരുന്നു. ഉപജില്ലാ സെക്രട്ടറി KS ധന്യ, സംസ്ഥാന നിർവാഹക സമിതി അംഗം നസീർ ഹുസൈൻ, K. ശ്രീജേഷ്, K. ഷംസുദ്ദീൻ, M. മനോജ്, MP സതീശൻ, T. രേഖ, KM അജീഷ്, KB ബിജു, P. സുരേഷ് ബാബു, ബിജോ S. നാരായണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗവും നടത്തി. ഹിൽ ടോപ്പ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മലമക്കാവും
റെഡ്ഡീസ് ബ്ലഡ് കേരള പാലക്കാട് ഡിസിയും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. 100ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്ത് രക്തദാനം നടത്തി. ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ്, RIBK സംസ്ഥാന പ്രസിഡന്റ് പ്രഖിൽ പട്ടാമ്പി, പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു, പട്ടാമ്പി ചീഫ് കോർഡിനേറ്റർ റഷീദ് ഒറ്റപ്പാലം, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സുജിത് വാവന്നൂർ, സ്ത്രീജോല അംഗങ്ങളായ അനീഷ, വിസ്മയ തുടങ്ങിയവർ പങ്കെടുത്തു. ഹിൽ ടോപ്പ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ 24ാം വാർഷികവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഇവിടെ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മുൻകാലങ്ങളും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തി വരുന്ന ക്ലബ്ബാണ്, പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിലൊക്കെ. അത്രയും നല്ലൊരു ക്ലബ്ബാണ് ഹിൽ ടോപ്പ്. ഹിൽ ടോപ്പിൻ്റെ 24ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ മെഗാ രക്തദാന ക്യാമ്പ് നടന്നു. റെഡ്ഡീസ് ബ്ലഡ് കേരള ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയും പെരിന്തൽമണ്ണ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിൻ്റെ സഹകരണത്തോടുകൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. രക്തദാനത്തിൻ്റെ സന്ദേശം അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക, കൂടുതൽ ആളുകളെ വളണ്ടറി ബ്ലഡ് ഡൊണേഷൻ രംഗത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നടത്തുന്നതിൻ്റെ ഉദ്ദേശം. തുടർന്നും പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവം നാളെ ആറാട്ടോടുകൂടി സമാപിക്കും. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ തായമ്പക അരങ്ങേറി. പട്ടാമ്പി പടിഞ്ഞാറേമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവം നാളെ സമാപിക്കും. നാളെ ഭാരതപ്പുഴയിൽ ആറാട്ടോടുകൂടിയാണ് ഉത്സവ സമാപനം. ക്ഷേത്രത്തിൽ ഉത്സവം 7ാം ദിവസമായ ഞായറാഴ്ച രാവിലെ മുതൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കഴിഞ്ഞ ദിവസം സദനം രാമകൃഷ്ണനും സദനം ജിതിനും അവതരിപ്പിച്ച ഡബിൾ തായമ്പകയും ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച രാവിലെ പഞ്ചാരി മേളത്തോടു കൂടിയുള്ള ശീവേലി നടക്കും. തുടർന്ന് തിരുവാതിരക്കളി, നൃത്തമഞ്ജരി, വൈകുന്നേരം പുറത്തേക്ക് എഴുന്നള്ളിച്ചു വെച്ചുള്ള കാണിക്ക അർപ്പിച്ചുള്ള ദർശനം, തുടർന്ന് ഭാരതപ്പുഴയിലേക്ക് ആറാട്ടിന് പുറപ്പെടൽ, തുടർന്ന് ആറാട്ട് മടക്കം എന്നിവയും ഉണ്ടായിരിക്കും. ഇതോടെ നിളവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.